വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കലിൻ്റെ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ തന്നെ ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടി, കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോപ്പർട്ടീസ് കുറച്ച് പറഞ്ഞിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്നത്തെ ക്ലാസ്. ക്ലാസിഫിക്കേഷൻ ആൻഡ് ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ്, അതാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്താണ്, അതായത് ന്യൂട്ടൺ ലോ ഓഫ് വിസ്കോസിറ്റി എന്താണ് പറഞ്ഞിരുന്നു. അതായത് ന്യൂട്ടൺ ലോ ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ, അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ഗ്രേഡിയൻ. അതിലൊരു റിലേഷൻ നമ്മൾ പറഞ്ഞിരുന്നു, ടോ ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ, അല്ലെങ്കിൽ ടോ ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി എന്ന് പറയുന്ന രണ്ട് റിലേഷൻ പറഞ്ഞിരുന്നു. ഇതിനെയാണ് ന്യൂട്ടൺ ലോ ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഈ ന്യൂട്ടൺ ലോ ഓഫ് വിസ്കോസിറ്റി പറയുന്ന ഈ റിലേഷൻ ഫോളോ ചെയ്യുന്ന ഫ്ലൂയിഡിനെയാണ് നമ്മൾ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഫോളോ ചെയ്യാത്ത ഫ്ലൂയിഡിനെയാണ് നമ്മൾ നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ടും ഫ്ലൂയിഡിനെ നമുക്ക് രണ്ട് ടൈപ്പിൽ പറയാം, ന്യൂട്ടോണിയൻ ഫ്ലൂയിഡും നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. ഇപ്പം ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ലോ ഓഫ് വിസ്കോസിറ്റി പറയുന്ന റിലേഷൻ ഫോളോ ചെയ്യുന്ന ഫ്ലൂയിഡിനെയാണ് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അത് ഫോളോ ചെയ്യാത്ത ഫ്ലൂയിഡിനെയാണ് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? വാട്ടർ, എയർ, കെറോസിൻ, ഇതൊക്കെയാണ് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിന് എക്സാമ്പിളായിട്ട് പറയാറുള്ളത്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിനെ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ടൈം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫ്ലൂയിഡുകളും ടൈമിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന ഫ്ലൂയിഡുകളും. ടൈം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വരുന്നതാണ് ഡൈലാറ്റൻ്റ്, ബിംഗം പ്ലാസ്റ്റിക്, സ്യൂഡോ പ്ലാസ്റ്റിക്. ടൈം ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരുന്ന രണ്ടെണ്ണമാണ് തൈസോട്രോപ്പിക്കും റിയോപെക്റ്റിക് എന്ന് പറയുന്ന രണ്ട് ഫ്ലൂയിഡ്. അപ്പോൾ ഈ പേരുകൾ പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കാൻ നമുക്കൊരു സെൻറ്റൻസ് വെറുതെ ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഡൈലാറ്റൻ്റ്, അതിനെ ഡോക്ടർ എന്ന് നോക്കാം. ബിംഗം എന്ന് പറയുന്നതിന് വരെ നമ്മൾ സ്യൂഡോ പ്ലാസ്റ്റിക് രണ്ടാമത് എടുക്കാം. അപ്പോൾ ഡോക്ടർ പ്രാക്ടീസ് ബെറ്റർ ട്രീറ്റ്മെൻറ്റ് റെഗുലർലി എന്ന് പറയുന്ന ഒരു വേർഡ് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഡോക്ടർ എന്ന് പറയുമ്പോൾ എന്താ? ഡി ആണ്, ഡൈലാറ്റൻ്റ്. പ്രാക്ടീസ് സ്യൂഡോ പ്ലാസ്റ്റിക്, ബെറ്റർ ബിംഗം പ്ലാസ്റ്റിക്, ട്രീറ്റ്മെൻറ്റ് തൈസോട്രോപ്പിക്, റെഗുലർലി റിയോപെക്റ്റിക്. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ബിംഗം തേർഡും സ്യൂഡോ പ്ലാസ്റ്റിക് രണ്ടാമതും ഉപയോഗിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നമ്മുടെ ബിയുടെ വാല്യൂ, അതാണ് ഷിയർ തിക്നെസ് എന്ന് പറയുന്നത്, ഈക്വൽ ആയിട്ട് വരുന്ന രണ്ടെണ്ണമാണ് ഡൈലാറ്റൻറ്റും സ്യൂഡോ പ്ലാസ്റ്റിക്കും. അപ്പോൾ നമുക്ക് ഓർക്കാൻ എളുപ്പമാണ്. ബി ഈക്വൽ ടു 0 വരുന്നത് ഡൈലാറ്റൻറ്റും സ്യൂഡോ പ്ലാസ്റ്റിക് ആണ്. ഡോക്ടർ പ്രാക്ടീസ് ബെറ്റർ ട്രീറ്റ്മെൻറ്റ് റെഗുലർലി എന്ന് പറയുമ്പോൾ ഡൈലാറ്റൻറ്റും സ്യൂഡോ പ്ലാസ്റ്റിക്കും ബി ഈക്വൽ ടു 0 വരുന്നതാണ്. ഇപ്പം n ഒന്ന് ഗ്രേറ്റർ ദാൻ 1ഉം ലെസ് ദാൻ 1ഉം ആണ്, ഓർത്ത് വയ്ക്കുക. അപ്പം ഡൈലാറ്റൻ എന്നിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1ഉം സ്യൂഡോ പ്ലാസ്റ്റിക് n ലെസ് ദാൻ 1ഉം. ഈ രണ്ട് കേസസിലും ബിയുടെ വാല്യൂ ഈക്വൽ ടു 0 ആയിരിക്കും. ബാക്കിയെല്ലാം ബി നോട്ട് ഈക്വൽ ടു 0 വരുന്നതാണ്. ഇതൊക്കെയാണ് ബിംഗം പ്ലാസ്റ്റിക്, തൈസോട്രോപ്പിക്, റിയോ പെക്റ്റിക്. അതിൽ ബിംഗം പ്ലാസ്റ്റിക് n ഈക്വൽ ടു 1 ആണ്, തൈസോട്രോപ്പിക് n ലെസ് ദാൻ 1ഉം റിയോ പെക്റ്റിക് n ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ ആ ഓർഡർ നോക്കുക. n ഗ്രേറ്റർ ദാൻ 1, തൊട്ടടുത്ത് n ലെസ് ദാൻ 1, ദെൻ n ഈക്വൽ ടു 1, ദെൻ n ലെസ് ദാൻ 1, n ഗ്രേറ്റർ ദാൻ 1. അതായത് ആ ഒരു ഓർഡറിൽ തന്നെയാണ് വരുന്നത്. n ഗ്രേറ്റർ ദാൻ 1, n ലെസ് ദാൻ 1, n ഈക്വൽ ടു 1, ദെൻ n ലെസ് ദാൻ 1, n ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ ആദ്യത്തെ രണ്ടെണ്ണം ബി ഈക്വൽ ടു 0, പിന്നെ മൂന്നും ബി നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ബിംഗം തേർഡായിട്ടും സ്യൂഡോ പ്ലാസ്റ്റിക് സെക്കൻഡായിട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്. അതായത് ഡോക്ടർ പ്രാക്ടീസ് ബെറ്റർ ട്രീറ്റ്മെൻറ്റ് റെഗുലർലി എന്ന് പറയുന്നൊരു സെൻറ്റൻസ് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ പേരുകളൊക്കെ ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ n ഗ്രേറ്റർ ദാൻ 1, n ലെസ് ദാൻ 1, n ഈക്വൽ ടു 1, n ലെസ് ദാൻ 1, n ഗ്രേറ്റർ ദാൻ 1. ആദ്യത്തെ രണ്ടിലും ബി ഈക്വൽ ടു 0 ആയിരിക്കും. പിന്നെ വരുന്ന മൂന്നെണ്ണത്തിൽ ബി നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ബിയുടെ വാല്യൂം എന്നിൻ്റെ വാല്യൂ ഒക്കെ ഓർത്ത് വയ്ക്കാൻ ഇങ്ങനെ ഒരു റിലേഷൻ പഠിച്ചു വയ്ക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ. അപ്പോൾ പക്ഷേ ബിംഗം പ്ലാസ്റ്റിക് മൂന്നാമതും സ്യൂഡോ പ്ലാസ്റ്റിക് രണ്ടാമതും വയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഓക്കെ. ഇനി ഇതിൻ്റെ എക്സാമ്പിൾസുകളാണ് നോട്ട് ചെയ്ത് വയ്ക്കേണ്ടത്. ഡൈലാറ്റൻ ഫ്ലൂയിഡിന് എക്സാമ്പിൾ എന്ന് പറയുന്ന ബട്ടറും ക്വിക്ക് സാൻഡും ആണ്. അതുപോലെ ബിംഗം പ്ലാസ്റ്റിക്കിന് എക്സാമ്പിൾ വരുന്നത് സീവേജ് സ്ലഡ്ജ്, ഡ്രില്ലിംഗ് മഡ്, ടൂത്ത് പേസ്റ്റ്. അതുപോലെ സ്യൂഡോ പ്ലാസ്റ്റിക്, ഇതാണ് മെയിനായിട്ടും ചോദിക്കുക, പെട്ടെന്ന് ഓർക്കുന്നത്. ബ്ലഡ്, പെയിൻറ്റ്, റബ്ബർ സൊല്യൂഷൻ, പേപ്പർ ബൾബ്. അതിൽ ബ്ലഡൊക്കെയാണ് ചിലപ്പോൾ എക്സാമ്പിളായിട്ട് വരുന്നത്, സ്യൂഡോ പ്ലാസ്റ്റിക്കിന് എക്സാമ്പിളായിട്ട് വരുന്ന
ഈ 4 ഓപ്ഷൻ തന്നിട്ട് ഏതാണ് എന്ന് ചോദിക്കും. ഇപ്പോൾ ബ്ലഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ സ്യൂഡോപ്ലാസ്റ്റിക് എന്ന് ഓർത്ത് വയ്ക്കുക. ആൻഡ് തൈസോട്രോപ്പിക് എന്ന് പറയുമ്പോൾ പ്രിന്റർ, ഇങ്ക്, ഇനാമൽ ഇതൊക്കെയാണ് an എക്സാമ്പിൾ ആയിട്ട് വരാം. റിയോപെക്റ്റിക് വരുന്നത് ജിപ്സം സൊല്യൂഷൻ, ബെൻറ്റോണൈറ്റ് സൊല്യൂഷൻ ഇതൊക്കെയാണ് വരുന്നത്. അതിൽ ബ്ലഡ്, അതുപോലെ തന്നെ പ്രിന്റർ, ഇങ്ക് ഇതൊന്നും ഓർത്ത് വയ്ക്കുക. ടൂത്ത് പേസ്റ്റ്, ബിങ്കം പ്ലാസ്റ്റിക്, സ്യൂഡോ പ്ലാസ്റ്റിക്കിന്റെ എക്സാമ്പിളാണ് ബ്ലഡ്. അതൊക്കെയാണ് കൂടുതൽ ചോദിക്കുന്നത്. ഈ ബ്ലഡ്, അതുപോലെ പ്രിന്റർ, ഇങ്ക് ഇതൊക്കെയാണ് കൂടുതലും ചോദിച്ച് കണ്ടിരിക്കുന്നത്. അതുപോലെ ബട്ടർ എന്ന് ചോദിക്കാം, ഡയലാറ്റൻ. അപ്പൊ ഈ പേര് ഓർത്ത് വയ്ക്കാൻ ഓർക്കുക. ഡോക്ടർ പ്രാക്ടീസ് ബെറ്റർ ട്രീറ്റ്മെന്റ് റെഗുലർലി എന്ന് പറയുന്ന ഒരു വേർഡ് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി നമുക്ക് വരുന്നത് കംപ്രസിബിലിറ്റി, ബൾക്ക് മോഡുലസ് എന്ന് പറയുന്ന 2 പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഇത് പലപ്പോഴും മാറിപ്പോവാറുണ്ട്. കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്യാസിനെയോ അല്ലെങ്കിൽ ഒരു ലിക്വിഡിനെ നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ആണ് കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത്. ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത് അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന, എത്ര കണ്ട് ഈ കംപ്രസിബിലിറ്റിനെ റെസിസ്റ്റ് ചെയ്യുന്നു, അതാണ് ബൾക്ക് മോഡുലസ്. അപ്പൊ ഇത് രണ്ടും ഓപ്പോസിറ്റ് റിലേഷൻ ആയിട്ട് വരും. അതായത് കംപ്രസിബിലിറ്റിയുടെ റെസിപ്രോക്കൽ ആണ് ബൾക്ക് മോഡുലസ്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, ലിക്വിഡിനെ പെട്ടെന്ന് കംപ്രസ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിൽ മോളിക്യൂൾസ് ഒക്കെ ഗ്യാസിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി അറേഞ്ച് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അതിനെ കംപ്രസ് ചെയ്യാൻ പറ്റുക. അതിന്റെ ബോണ്ടുകളൊന്നും പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ലിക്വിഡിനെ നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റില്ല. അതിനർത്ഥം എന്താണ്? അതിന്റെ റെസിസ്റ്റൻസ് കൂടുതലാണ്. ലിക്വിഡിനെ എന്തുകൊണ്ടാണ് നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റാത്തത്? അതിന്റെ കംപ്രസിബിലിറ്റി കുറവും ബൾക്ക് മോഡുലസ് കൂടുതലാണ്. കാരണം കംപ്രസ് ചെയ്യാൻ ഉള്ള ടെൻഡൻസിനെ അത് റെസിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു സബ്സ്റ്റൻസ് എത്ര കണ്ട കംപ്രസിബിലിറ്റിയെ റെസിസ്റ്റ് ചെയ്യുന്നു അത്രയും ബൾക്ക് മോഡുലസ് കൂടുതലായിരിക്കും. എത്ര ഈസി ആയിട്ട് അതിനെ കംപ്രസ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ കംപ്രസിബിലിറ്റി കൂടുതലായിരിക്കും, ബൾക്ക് മോഡുലസ് കുറവായിരിക്കും. അപ്പൊ ഇത് രണ്ടും ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന കാര്യമാണ് എന്ന് ഓർക്കുക. ഒരു ഗ്യാസിനെയോ അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിനെയോ നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റുന്നു, വളരെ ഈസി ആയിട്ട് കംപ്രസ് ചെയ്യാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ കംപ്രസിബിലിറ്റി കൂടുതലാണ്. വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് കംപ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് കൂടുതലാണ് എന്ന് ഓർക്കുക. അപ്പൊ റെസിസ്റ്റൻസ് കൂടുമ്പോൾ ബൾക്ക് മോഡുലസ് കൂടുതലായിരിക്കും. അപ്പൊ ബൾക്ക് മോഡുലസ് എന്ന് പറയുന്ന കംപ്രസിബിലിറ്റി എത്ര റെസിസ്റ്റ് ചെയ്യുന്നു അതിനെ ബേസ് ചെയ്തിട്ടാണ് ബൾക്ക് മോഡുലസ് വരുന്നത്. ഓക്കെ, അപ്പൊ കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത് 1/, ബൾക്ക് മോഡുലസ് ആണ്. ബൾക്ക് മോഡുലസിന്റെ റെസിപ്രോക്കൽ ആണ് എന്ന് പറഞ്ഞു. ഇനി ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത് എന്താണ്? ബൾക്ക് മോഡുലസ് കെയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ബൾക്ക് മോഡുലസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് K ഈക്വൽ ടു dP by V by dV, dV by V ആണ് കേട്ടോ, സോറി, dV by V. അപ്പൊ ബൾക്ക് മോഡുലസിന്റെ റെസിപ്രോക്കൽ ആണ് കംപ്രസിബിലിറ്റി. ഈ റിലേഷൻ മാത്രം പഠിച്ചാൽ മതി. കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് അതിനെ കംപ്രസ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ്. ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത് അതിനെ എത്ര റെസിസ്റ്റ് ചെയ്യുന്നു, എത്രയാണ് കംപ്രസിബിലിറ്റി റെസിസ്റ്റ് ചെയ്യുന്നത് അത്രയും ബൾക്ക് മോഡുലസ് കൂടുതലായിരിക്കും. അപ്പോൾ കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത് ബൾക്ക് മോഡുലസിന്റെ റെസിപ്രോക്കൽ ആണ്. തിരിച്ചും പറയാം, ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത് കംപ്രസിബിലിറ്റിയുടെ റെസിപ്രോക്കൽ ആണ് എന്നുള്ളത്. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നതാണ് സർഫസ് ടെൻഷൻ. ഓക്കെ, ഇപ്പൊ സർഫസ് ടെൻഷൻ നമ്മൾ നേരത്തെ ഫസ്റ്റത്തെ ക്ലാസ്സിൽ ഐഡിയൽ ഫ്ലൂയിഡിലും റിയൽ ഫ്ലൂയിഡിന്റെ കേസിൽ പറഞ്ഞിരുന്നു. ഐഡിയൽ ഫ്ലൂയിഡിന് സർഫസ് ടെൻഷനേ ഇല്ല. ഒരു പോയിന്റ് നോട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു, ഐഡിയൽ ഫ്ലൂയിഡിന് സർഫസ് ടെൻഷൻ ഉണ്ടാവില്ല. അതുപോലെ ഐഡിയൽ ഫ്ലൂയിഡിൽ എന്താണ് കൊഹെഷനും അതുപോലെ തന്നെ മോളിക്കുലർ മൊമെന്റം ട്രാൻസ്ഫറും കൊണ്ടാണ് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, ഇപ്പൊ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് അറിയാം, വാട്ടർ ഡ്രോപ്ലെറ്റ്സ്, ഒരു പൈപ്പിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ ഡ്രോപ്പായിട്ട് വീഴുമ്പോൾ അത് സ്പെറിക്കൽ ഷേപ്പിലാവുന്നതും, അതുപോലെ തന്നെ സോപ്പ് ബബിൾ സർക്കുലർ ഷേപ്പിലേക്ക് വരുന്നതിനൊക്കെ കാരണം ഈ സർഫസ് ടെൻഷൻ കൊണ്ടാണ്. അപ്പൊ എന്താണ് ഈ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്? ഇപ്പൊ നമുക്കൊരു കണ്ടെയ്നറിൽ ഫ്ലൂയിഡ് ഉണ്ട് എന്ന് വിചാരിക്കുക, അല്ലെ? ഇതൊരു കണ്ടെയ്നർ, ഇതിനകത്ത് ഒരു വാട്ടറോ എന്ന് വിചാരിക്കുക. ഇതിന്റെ മോളിക്യൂൾസിന് ഇപ്പോൾ ഒരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാ ഡയറക്ഷനിലേക്കും അതിനൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും, അല്ലെ? മുകളിലേക്കും താഴേക്കും
റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും എല്ലാം ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. അതായത് അതിനടുത്ത് തൊട്ടടുത്തുള്ള മോളിക്യൂൾസുമായിട്ട് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. ഇപ്പം ഇവിടെ ഒരു മോളിക്യൂൾ ഉണ്ടെങ്കിൽ ഇവിടെയും മുകളിലേക്കും താഴേക്കും സൈഡിലോട്ടൊക്കെ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. ബട്ട് ഇതിപ്പോൾ സർഫസിലാണ് നമ്മൾ എടുക്കുന്നത് വിചാരിക്കുക. സർഫസിലാണ് എടുക്കുന്നത്, വാട്ടറിൻ്റെ സർഫസിലാണ് എന്നുണ്ടെങ്കിൽ താഴോട്ട് മാത്രമേ അട്രാക്ഷൻ ഉള്ളൂ. കാരണം മുകളിൽ എന്താണ്, എയർ ആണ് അല്ലേ, അറ്റ്മോസ്ഫിയർ എയർ ആണ്. താഴത്തെ ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്ന ഒരു മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ താഴോട്ട് മാത്രമേ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ താഴോട്ടുള്ള അട്രാക്ഷൻ കൊണ്ട് ഇതിൻ്റെ സർഫസിൽ ഞാൻ ഒന്നുകൂടി വരയ്ക്കാം. ഇതിൻ്റെ സർഫസിൽ എന്താണ്, ഒരു ടെൻഷൻ ഉണ്ടാവും, നമ്മൾ പിടിച്ച് വലിക്കുന്നൊരു എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ പിടിച്ച് വലിക്കുമ്പോൾ ഒരു റബ്ബർ ബാൻഡൊക്കെ നമ്മൾ ഇപ്പം ഇങ്ങനെ ഒരു വെച്ചിട്ട് താഴോട്ടേക്ക് പിടിച്ച് വലിച്ചാൽ എന്താണ്, ഇതിങ്ങനെ സ്ട്രെച്ച് ആവും അല്ലേ, ഇങ്ങനെ ബെൻഡാവും. ഓക്കെ, അപ്പോൾ അതൊന്ന് ആലോചിച്ചാൽ മതി. ഇപ്പം ഇതിൻ്റെ സർഫസിൽ വരുന്ന മോളിക്യൂൾസിന് താഴോട്ട് മാത്രമാണ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉള്ളത്. അങ്ങനെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്, ഇതിങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്നത്, ഇതിൻ്റെ സർഫസ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്ന പോലെ വരും. അങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് കണ്ടോ ഒരു സ്പെറിക്കൽ ഷേപ്പ്, ഒരു കർവ്ഡ് ഷേപ്പ് നമുക്ക് ഫോം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൊണ്ടാണ് നമുക്ക് ആ ഒരു സ്പെറിക്കൽ ഷേപ്പ് അല്ലെങ്കിൽ സ്പിയറിൻ്റെ ഷേപ്പൊക്കെ വരാനുള്ള കാരണം. ഇപ്പോൾ ഓർക്കുക, ഇപ്പോൾ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മോളിക്യൂൾസ് എടുത്തു കഴിഞ്ഞാൽ അതിന് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള മോളിക്യൂൾസിലേക്ക് എല്ലാ ഡയറക്ഷനിലേക്കും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. അത് സർഫസിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, അതുകൊണ്ടാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഈ ലിക്വിഡിൻ്റെ സർഫസിലാണ് എന്നുണ്ടെങ്കിൽ മുകളിൽ എയർ ആയിരിക്കും, അതായത് വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് താഴോട്ടുള്ള മോളിക്യൂൾസിന് മാത്രമായിരിക്കും. അപ്പോൾ താഴേക്ക് മാത്രം ഫോഴ്സ് വരുമ്പോൾ എന്താണ്, അത് താഴോട്ടേക്ക് നമ്മളൊരു ഫോഴ്സ് വെച്ച് പിടിച്ച് വലിക്കുന്ന പോലെ, സ്ട്രെച്ച് ചെയ്യുന്ന പോലെ ഒരു എഫക്റ്റ് ആയിരിക്കും. ആ സ്ട്രെച്ചിങ് വരുന്ന സമയത്ത് നമുക്കൊരു കർവ് ഫോം ചെയ്യാം. അതാണ് നമ്മൾ ടെൻഷൻ എന്ന് പറയുന്നത്. പിടിച്ച് വലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെൻസൈൽ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യാണല്ലോ, ടെൻഷനാണ് വരുന്നത്. അപ്പം അങ്ങനെ ഒരു ടെൻഷനായിരിക്കും അവിടെ ക്രിയേറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് നമുക്കവിടെ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഓർത്തിരിക്കേണ്ട ഈ ഇക്വേഷനാണ്. ഡ്രോപ്ലെറ്റ് ആണെങ്കിൽ, വാട്ടർ ഡ്രോപ്ലെറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രഷറിൻ്റെ ഇക്വേഷൻ പി എന്ന് പറയുന്നത് 4 സിഗ്മ ഡിവൈഡഡ് ബൈ ഡി ആണ്. ഈ സിഗ്മ എന്ന് പറയുന്നതാണ് സർഫസ് ടെൻഷൻ കേട്ടോ. അതുപോലെ തന്നെ സോപ്പ് ബബിൾ ആണ് എന്നുണ്ടെങ്കിൽ പി ഈക്വൽ ടു എന്ത് വരും, 4 വരെ 8 ആയിരിക്കും, 8 സിഗ്മ ഡിവൈഡഡ് ബൈ ജി. അതുപോലെ തന്നെ വാട്ടർ ജെറ്റ് ആണെന്നുണ്ടെങ്കിൽ പി ഈക്വൽ ടു 2 സിഗ്മ ഡിവൈഡഡ് ബൈ ഡി. ഈ ഇക്വേഷനാണ് നമ്മൾ മെയിനായിട്ടും ഓർത്ത് വെക്കേണ്ടത്. ഇപ്പോൾ സർഫസ് ടെൻഷൻ എന്താണ് എന്നുള്ള കോൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സർഫസ് ടെൻഷനിൽ വാട്ടർ ഡ്രോപ്ലെറ്റ് ആണെങ്കിൽ പി ഈക്വൽ ടു 4 സിഗ്മ ഡിവൈഡഡ് ബൈ ഡി. അത് തന്നെ സോപ്പ് ബബിൾ ആണ് എന്നുണ്ടെങ്കിൽ പുറത്തും അകത്ത് എന്തായിരിക്കും, എയർ ഉണ്ടാവും. അപ്പോൾ 8 സിഗ്മ ഡി. അപ്പോൾ രണ്ട് ഡയറക്ഷനിലും ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. അപ്പോൾ പ്രഷർ ഈക്വൽ ടു 8 സിഗ്മ ഡിവൈഡഡ് ബൈ ഡി, കുറച്ചുകൂടി ഡിനോമിനേറ്റർ കൂടുതലായിരിക്കും. അതിന് വാട്ടർ ജെറ്റ് ആണെന്നുണ്ടെങ്കിൽ 2 സിഗ്മ ഡിവൈഡഡ് ബൈ ഡി. ഈ ഇക്വേഷൻ എങ്ങനെ വന്നു എന്ന് നോക്കാം. എങ്ങനെ വന്നു എന്നൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല, ഈ ഇക്വേഷൻ മാത്രം ഓർത്ത് വെച്ചാൽ മതി. സപ്പോസ് നമുക്ക് ഇക്വേഷൻ ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കുമല്ലോ. ഇപ്പം നമ്മളൊരു വാട്ടർ ഡ്രോപ്ലെറ്റ് എടുക്കുന്നു വിചാരിക്കുക. ഇതിപ്പോൾ ഇതൊരു വാട്ടർ ഡ്രോപ്ലെറ്റ് ആണ്, അതിനെ ക്രോസ് സെക്ഷൻ ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ നോക്കി, അകത്ത് പ്രഷർ ഉണ്ടാവും, പി എന്ന് പറയുന്ന പ്രഷർ ഉണ്ടാവും. അത് നമുക്ക് ഈ പറഞ്ഞ സർഫസിൽ മാത്രമാണ് ഉണ്ടാവുക അല്ലേ. കംപ്ലീറ്റ് ആയിട്ടും ഇതിൻ്റെ ഈ സർഫസിലേക്ക് പ്രഷർ പി എന്ന് പറയുന്നത് ആക്ട് ചെയ്യുന്നു. ഇനി സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് സർഫസിലാണ് സർഫസ് ടെൻഷൻ ഉണ്ടാവുന്നത്. അതായത് ഇതിൻ്റെ എന്താ പറയുക, പെരിമീറ്റർ, ഈ പെരിമീറ്ററിലാണ് സർഫസ് ടെൻഷൻ ഉണ്ടാവും. കംപ്ലീറ്റ് ഏരിയയിലും പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ രണ്ടായിട്ട് ഇതിനെ ഡ്രോപ്ലെറ്റിനെ കട്ട് ചെയ്യുന്ന സമയത്ത് ആ സർക്കുലർ ഷേപ്പിൽ കംപ്ലീറ്റ് ആയിട്ടും പ്രഷർ കാണും. പക്ഷെ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ഇപ്പം എയറും ഈ വാട്ടറും തമ്മിലുള്ള സെപ്പറേഷൻ വരുന്നത് ആ ഒരു ഇന്റർഫേസിലാണ് സർഫസ് ടെൻഷൻ ഫോം ചെയ്യുക. ഇപ്പം ഇവിടെ വാട്ടർ ഡ്രോപ്ലെറ്റ് എന്ന് പറയുമ്പോൾ അകത്തൊക്കെ വാട്ടർ ഡ്രോപ്ലെറ്റ് ഉണ്ട്. സർഫസ് എയറുമായിട്ടുള്ള കോൺടാക്ട് വരുന്നത് ഈ പറഞ്ഞ പെരിമീറ്ററിൽ മാത്രമായിരിക്കും അല്ലേ, പെരിമീറ്ററിൽ മാത്രമേ, അവിടെ മാത്രമാണ് സിഗ്മ സർഫസ് ടെൻഷൻ ഫോം ചെയ്യുന്നത്. അപ്പം ഇത് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ടാണ്, ഈ പ്രഷറും ഈ സർഫസ് ടെൻഷനും ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷേപ്പ് അവിടെ ക്രിയേറ്റ് ആവുന്നത്. അപ്പം ഇവിടെ പ്രഷർ ഫോഴ്സ് എന്ന് പറയുന്നത് ഏത് കംപ്ലീറ്റ് ഈ സർക്കിളിൻ്റെ ഏരിയയിൽ ആക്ട് ചെയ്യുന്നു. അപ്പോൾ പി ഇൻറ്റു, ഇപ്പോൾ നമ്മളിവിടെ പ്രഷർ ഫോഴ്സും സർഫസ് ടെൻഷൻ ഫോഴ്സുമാണ് എടുക്കുന്നത്. ഈ ഫോഴ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ പ്രഷർ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, പ്രഷർ ഇൻറ്റു ഏരിയ. നമുക്കറിയാം പ്രഷർ ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ് എന്നുള്ളത്. അപ്പോൾ ഫോഴ്സ് ഈക്വൽ ടു എന്ത് വരും, ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, പ്രഷർ ഇൻറ്റു ഏരിയ. അപ്പോൾ പ്രഷർ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, പ്രഷർ പി ഇൻറ്റു ഏരിയ. ഏരിയ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സർക്കുലർ ഷേപ്പിലുള്ളതാണ്, π/4 d² ആണ് സർക്കിളിൻ്റെ ഏരിയ ആയിട്ട് വരാം. അപ്പോൾ പ്രഷർ ഫോഴ്സ് എന്ന് പറയുന്നത് π/4 d²
ഇൻറ്റു പി എന്ന് പറയും. അത് തന്നെ സർഫസ് ടെൻഷൻ ഫോഴ്സസ്. അപ്പോൾ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? കംപ്ലീറ്റ് ഏരിയയിലില്ല, ഇതിൻ്റെ പെരിമീറ്ററിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് സർഫസ് ടെൻഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് സിഗ്മ ഇൻറ്റു പൈ ഡി എന്ന് പറയുന്നതാണ് പെരിമീറ്റർ. അപ്പോൾ ഇത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയേ, പി ഇൻറ്റു പൈ ബൈ 4 ഡി സ്ക്വയർ. പ്രഷർ ഫോഴ്സ് ഈക്വൽ ടു സർഫസ് ടെൻഷൻ ഫോഴ്സ് സിഗ്മ ഇൻറ്റു പൈ ഇൻറ്റു ഡി. അപ്പോൾ ഇതിനെ കോമൺ ആയിട്ട് വരുന്ന ഒരു ഡി ഇവിടെ ക്യാൻസൽ ചെയ്യാം, പൈ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് വരും? പി ഈക്വൽ ടു ഈ ഡിനോമിനേറ്ററിൽ 4 ഇവിടെ ഈക്വൽ ടുൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ന്യൂമറേറ്ററിൽ വരും 4 സിഗ്മ. പിന്നെ ഈ ഡി ന്യൂമറേറ്ററിലെ ഡി താഴോട്ടും വരുന്നുണ്ട്. അങ്ങനെയാണ് 4 സിഗ്മ ഡിവൈഡഡ് ബൈ ഡി എന്ന് കിട്ടുന്നത്. അതായത് വാട്ടർ ഡ്രോപ്ലെറ്റിന്റെ പ്രഷറും സർഫസ് ടെൻഷൻ സിഗ്മയും തമ്മിലുള്ള റിലേഷൻ പി ഈക്വൽ ടു 4 സിഗ്മ ഡിവൈഡഡ് ബൈ ഡി. ഇനി ഇത് തന്നെ എന്താ പറയാ, സോപ്പ് ബബിൾ ആണ് എന്നുണ്ടെങ്കിൽ എന്താണ്, അകത്തും എന്തുണ്ടാവും? എയർ ഉണ്ടാവും, പുറത്ത് എയർ ഉണ്ടാവും. അപ്പൊ രണ്ട് സർഫസ് നിന്നും ടെൻഷൻ ഉണ്ടാവും. അപ്പൊ ഇവിടെ നമുക്ക് പ്രഷർ എടുക്കുന്ന സമയത്ത് ടോട്ടൽ സർക്കിളിന്റെ ഏരിയ പ്രഷർ ഫോഴ്സ് എന്ന് പറയുന്നത് പി ഇൻറ്റു പൈ ബൈ 4 ഡി സ്ക്വയർ തന്നെയായിരിക്കും. പക്ഷെ നമ്മൾ സർഫസ് ടെൻഷൻ എടുക്കുമ്പോൾ എന്താണ്, രണ്ട് ഇന്റർഫേസ് ഉണ്ടാവും അല്ലെ, എയറും വാട്ടറും നമ്മൾ ഇന്റർഫേസ് രണ്ടെണ്ണം ഉണ്ടാവും. അതായത് നമ്മളൊരു തിക്നെസ് ആയിട്ടാണ് സോപ്പ് ബബിൾ എന്ന് പറയുമ്പോൾ സോപ്പിൻ ബബിളിന് അകത്തും ഉണ്ടാവും എയർ, പുറത്തും ഉണ്ടാവും എയർ. അപ്പൊ നമ്മളിവിടെ 2 ഇൻറ്റു സിഗ്മ ഇൻറ്റു പൈ ഡി എന്ന് വേണം എടുക്കാൻ. അപ്പൊ രണ്ട് സൈഡിൽ നിന്നും എന്തുണ്ടാവും? സർഫസ് ടെൻഷൻ ഫോഴ്സ് ഉണ്ടാവും. അപ്പൊ നമ്മളിവിടെ വെറും സിഗ്മ ഇൻറ്റു പൈ ഡി അല്ല, 2 ഇൻറ്റു സിഗ്മ ഇൻറ്റു പൈ ഡി. അപ്പൊ നമ്മൾ ഒരു ഡി ക്യാൻസൽ ചെയ്യുന്നു, പൈ ക്യാൻസൽ ചെയ്യുന്നു. 4 ഇപ്പൊ പി ഈക്വൽ ടു ഈ 4 ഇങ്ങോട്ട് വരുമ്പോൾ 2 ഇൻറ്റു 4 ഇൻറ്റു സിഗ്മ, ഈ ഡി താഴോട്ടേക്ക് വരും കേട്ടോ. അപ്പൊ പി ഈക്വൽ ടു എന്ത് വരും? 8 സിഗ്മ ഡിവൈഡഡ് ബൈ ഡി. ഓർക്കുക, വാട്ടർ ഡ്രോപ്ലെറ്റ് ആണെങ്കിൽ പി ഈക്വൽ ടു 4 സിഗ്മ ഡിവൈഡഡ് ബൈ ഡിയും, അത് തന്നെ സോപ്പ് ബബിൾ ആണ് എന്നുണ്ടെങ്കിൽ പി ഈക്വൽ ടു 8 സിഗ്മ ഡിവൈഡഡ് ബൈ ഡി. ഇനി തന്നെ വാട്ടർ ജെറ്റ് ആണെങ്കിലോ, വാട്ടർ ജെറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വാട്ടർ ജെറ്റിന്റെ ഒരു ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ പ്രഷർ ആക്ട് ചെയ്യുന്നത് ഒരു റെക്ടാങ്കിൾ ഷേപ്പിലാണ് നമുക്ക് കിട്ടുക അല്ലെ. ഇതാണ് ഇപ്പോൾ ഒരു വാട്ടർ ഡ്രോപ്ലെറ്റ്, ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലായിരിക്കും. അതായത് ഒരു പൈപ്പിനകത്തൂടെ വെള്ളം വരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ആ വെള്ളത്തിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്, ആ പൈപ്പിനകത്തൂടെ വെള്ളത്തിന്റെ ഷേപ്പ് പറയുന്നത് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് ആയിരിക്കും. ഇതിനിങ്ങനെ ക്രോസ് സെക്ഷൻ ചെയ്യുന്ന സമയത്ത് ഈ സർഫസ് എന്ന് പറയുന്ന റെക്ടാങ്കിൾ ഷേപ്പാണ്. അപ്പോൾ പ്രഷർ ആക്ട് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്ന റെക്ടാങ്കിളിന്റെ ഏരിയ ആണ്. അപ്പോൾ പി ഇൻറ്റു എൽ ഇൻറ്റു ഡി. അതായത് ഇതിന്റെ ഡയമീറ്റർ ഡി ആണ്, നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നതിന്റെ ലെങ്ത് എൽ ആണ് എന്നുണ്ടെങ്കിൽ എൽ ഇൻറ്റു ഡി, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആയിരിക്കും ഏരിയ ആയിട്ട് വരിക. അപ്പോൾ അവിടെ നമ്മൾ സർക്കുലർ ഷേപ്പ് ആയതുകൊണ്ടാണ് പൈ ബൈ 4 ഡി സ്ക്വയർ എന്ന് പറയുന്ന ഏരിയ എടുത്തത്. പക്ഷെ ഇവിടെ ഒരു വാട്ടർ ഡ്രോപ്ലെറ്റിനെ നമ്മൾ ക്രോസ് സെക്ഷൻ ചെയ്യുന്ന സമയത്ത് ക്രോസ് സെക്ഷൻ ഒരു റെക്ടാങ്കുലർ ഷേപ്പിൽ വരുന്നു. അപ്പോൾ പി ഇൻറ്റു എൽ ഇൻറ്റു ഡി ആയി. ദാറ്റ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു, ഇപ്പോൾ സിഗ്മ വാട്ടർ ആയിട്ട് അല്ലെങ്കിൽ വാട്ടറും എയറും തമ്മിലുള്ള ഇന്റർഫേസിൽ മാത്രമാണ് സിഗ്മ വരുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ ഈ ലെങ്ത്തിൽ മാത്രമായിരിക്കും വരിക, ഈ ലെങ്ത്തിലുണ്ടാവും ഈ ലെങ്ത്തിലുണ്ടാവും. അപ്പോൾ എൽ പ്ലസ് എൽ 2L, സിഗ്മ ഇൻറ്റു 2L. അതായത് ഈ പോർഷനിലും ഈ പോർഷനിലും മാത്രമേ സർഫസ് ടെൻഷൻ ഉള്ളൂ. ഇപ്പൊ എയറും വാട്ടറും തമ്മിലുള്ള ഇന്റർഫേസിൽ മാത്രമാണ് സർഫസ് ടെൻഷൻ ഉണ്ടാവുക. അപ്പൊ ഇവിടെ ഈ ലെങ്ത്തിന്റെ ഭാഗത്തും ഈ ലെങ്ത്തിന്റെ ഭാഗത്തും മാത്രമാണ് സർഫസ് ടെൻഷൻ ഉണ്ടാവുക. അതുകൊണ്ടാണ് എൽ പ്ലസ് എൽ 2L ആയി മാറുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഒരു എൽ ക്യാൻസൽ ചെയ്യാം. ഇപ്പൊ ഇവിടെ ഒരു എൽ ഉണ്ടാവും കേട്ടോ. അപ്പൊ 2 അല്ല, എൽ ഇൻറ്റു എൽ ആണ്. അപ്പോൾ എൽ ആണ്, സോറി, എൽ പ്ലസ് എൽ ആണ്. 2L എന്ന് പറയുന്ന 2 ഇൻറ്റു എൽ, സോറി 2 ഇൻറ്റു എൽ എന്ന് വരും. അപ്പോൾ ഇവിടെ 2 ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ പി ഈക്വൽ ടു സിഗ്മ ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ ഡി. അതാണ് 2 സിഗ്മ ഡിവൈഡഡ് ബൈ ഡി എന്ന് പറയും, 2 സിഗ്മ ഡിവൈഡഡ് ബൈ ഡി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എൽ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 2 മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഒരു ഡിയും. അപ്പോൾ പി ഈക്വൽ ടു സിഗ്മ ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 2 സിഗ്മ ഡിവൈഡഡ് ബൈ ഡി. ഈ ഒരു ഇക്വേഷൻ ആണ് നമുക്ക് ഓർത്ത് വെക്കേണ്ടത്. വാട്ടർ ഡ്രോപ്ലെറ്റ് ആണെങ്കിൽ പി ഈക്വൽ ടു 4 സിഗ്മ ഡിവൈഡഡ് ബൈ ഡി. അത് തന്നെ സോപ്പ് ബബിൾ ആണെന്നുണ്ടെങ്കിൽ പുറത്തും എയർ ഉണ്ടാവും അകത്തും എയർ ഉണ്ടാവും. ഇപ്പം രണ്ട് സർഫസ് ഒന്നും എന്തുണ്ടാവും? സ്ട്രെസ് ഉണ്ടാവും. അപ്പോൾ വീണ്ടും ഒരു 2 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ പി ഈക്വൽ ടു 8 സിഗ്മ ഡിവൈഡഡ് ബൈ ഡി ആണ് സോപ്പ് ബബിളിന്റെ പ്രഷറും സർഫസ് ടെൻഷനും തമ്മിലുള്ള റിലേഷൻ. അത് തന്നെ നമ്മൾ വാട്ടർ ഡ്രോപ്ലെറ്റിലേക്ക് വരുമ്പോൾ, സോറി, വാട്ടർ ജെറ്റിലേക്ക് വരുന്ന സമയത്ത് പി ഈക്വൽ ടു 2 സിഗ്മ ഡിവൈഡഡ് ബൈ ഡി. ഈ മൂന്നിന്റെ ഇക്വേഷൻസ് നോട്ട് ചെയ്ത് വെക്കുക, അതായിരിക്കും മെയിനായിട്ട് ഉണ്ടാവുന്നത്. ഇതിൽ മെയിനായിട്ടും ഓർത്തിരിക്കേണ്ടത്
സർഫസ് ടെൻഷൻ എന്ന് പറയുന്ന ഒരു സർഫസ് ഫിനോമിനയാണ് ലിക്വിഡും അതുപോലെ തന്നെ എയറും. ലിക്വിഡും എയറും തമ്മിലുള്ള ഇന്റർഫേസിലാണ് ഈ സർഫസ് ടെൻഷൻ ഉണ്ടാവുക. അപ്പൊ ഇതൊരു സർഫസ് ഫിനോമിനയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആയിരിക്കും. അതായത് ന്യൂട്ടൺ പെർ മീറ്റർ ആണ് സർഫസ് ടെൻഷന്റെ യൂണിറ്റ്. പലപ്പോഴും ചോദിക്കാറുണ്ട് സർഫസ് ടെൻഷന്റെ യൂണിറ്റ്. സർഫസ് ടെൻഷന്റെ കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അതിന്റെ യൂണിറ്റ് ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. ഇപ്പൊ സർഫസ് ടെൻഷൻ എന്ന് പറയുന്ന ഒരു സർഫസ് ഫിനോമിനയാണ്. ഇപ്പൊ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ലെങ്ത് അല്ലെങ്കിൽ ഫോഴ്സ് പെർ ലെങ്ത് ആണ്. ഫോഴ്സ് ഡിവൈഡഡ് ബൈ ലെങ്ത് ആണ്. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടണും ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. അപ്പൊ ന്യൂട്ടൺ പെർ മീറ്റർ ആണ് സർഫസ് ടെൻഷന്റെ യൂണിറ്റ് ആയിട്ട് വരിക എന്ന് ഓർക്കാം. അതുപോലെ തന്നെ വാട്ടർ എയർ ഇന്റർഫേസിൽ 20°C സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു വാല്യൂ ഇരുന്നു. അപ്പൊ ആ ഒരു 20°C വരുമ്പോഴാണ് ഈ പറഞ്ഞ വാട്ടർ എയർ തമ്മിലൊരു ഇന്റർഫേസിൽ സർഫസ് ടെൻഷൻ വരും. സിഗ്മയുടെ വാല്യൂ എന്താണ്? 0.0736 ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. അപ്പൊ ആ ഒരു വാല്യൂ കൂടി നോട്ട് ചെയ്ത് വെച്ചോളൂ. 20°C വാട്ടർ എയർ ഇന്റർഫേസിൽ വരുന്ന സർഫസ് ടെൻഷന്റെ വാല്യൂ സിഗ്മ ഈക്വൽ ടു 0.0736 ന്യൂട്ടൺ പെർ മീറ്റർ. മെയിനായിട്ട് ഇതിന്റെ യൂണിറ്റ് ആണ് ഓർത്ത് വെക്കേണ്ടത്. ന്യൂട്ടൺ പെർ മീറ്റർ ആണ് സർഫസ് ടെൻഷന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് വേപ്പർ ആവുന്ന സ്റ്റേജ് ആണ് ക്രിട്ടിക്കൽ പോയിന്റ്. തിരിച്ച് വേപ്പർ ലിക്വിഡ് ആവുന്ന സ്റ്റേജിനെയും നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് വരാം. അതായത് ഒരു സാധനം ക്രിട്ടിക്കൽ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ, ഇപ്പൊ ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് എന്തായി മാറും? വേപ്പറായി മാറും. തിരിച്ച് കണ്ടൻസേഷൻ പ്രോസസ് ആണ് എന്നുണ്ടെങ്കിൽ വേപ്പർ ലിക്വിഡായിട്ട് മാറുന്നത് ഈ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് സ്റ്റേജിലാണ്. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റിൽ എല്ലാ സ്റ്റേറ്റും നമുക്ക് വേണമെങ്കിൽ സോളിഡ്, ലിക്വിഡ്, എന്താ പറയുക, വേപ്പർ സ്റ്റേറ്റ് ഒക്കെ കോയിൻസൈഡ് ചെയ്യുന്ന ഒരു പോയിന്റ് നമുക്ക് പറയാം. ലിക്വിഡും വേപ്പറും ഒരു സ്റ്റേറ്റിൽ തന്നെ ഐഡന്റിക്കൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് സിഗ്മ അവിടെ 0 ആണെന്ന് പറയാം. അതും നോട്ട് ചെയ്ത് വെക്കുക. ക്രിട്ടിക്കൽ പോയിന്റിൽ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ തരുന്ന സമയത്ത് കുറെ കണ്ടീഷൻസ് തരും അല്ലേ? 1ഉം 2ഉം കറക്റ്റ് ആണ്, 2ഉം 3ഉം കറക്റ്റ് ആണ്. അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തരാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്യണം. ഓർക്കുക, സർഫസ് ടെൻഷൻ എന്ന് പറയുന്ന ഒരു സർഫസ് ഫിനോമിനയാണ്. സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ലെങ്ത് ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ വാട്ടർ എയർ ഇന്റർഫേസ് അറ്റ് 20°C സിഗ്മയുടെ വാല്യൂ 0.0736 ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. ക്രിട്ടിക്കൽ പോയിന്റിൽ ഈ ലിക്വിഡും അതുപോലെ തന്നെ വേപ്പറും ഐഡന്റിക്കൽ ആയതുകൊണ്ട് തന്നെ അത് പലപ്പോഴും ചോദിക്കാറുണ്ട്. ക്രിട്ടിക്കൽ പോയിന്റിൽ സിഗ്മയുടെ വാല്യൂ, സർഫസ് ടെൻഷന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ക്രിട്ടിക്കൽ പോയിന്റിൽ അങ്ങനെ നമുക്ക് അതിനെ വേർതിരിക്കാൻ പറ്റില്ല ലിക്വിഡും വേപ്പറും. കാരണം ആ ക്രിട്ടിക്കൽ പോയിന്റിൽ ലിക്വിഡ് വേപ്പറായി മാറാം, വേപ്പർ ലിക്വിഡായി മാറാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ വേപ്പറിന്റെയും ലിക്വിഡിന്റെയും വേപ്പറിന്റെയും ലിക്വിഡിന്റെയും സ്റ്റേറ്റ് ഐഡന്റിക്കൽ ആയതുകൊണ്ട് തന്നെ സർഫസ് ടെൻഷന്റെ വാല്യൂ 0 ആയിരിക്കും. ഇനി സർഫസ് ടെൻഷൻ ഫോം ചെയ്യുന്ന എന്തുകൊണ്ട് മാത്രമാണ്? കൊഹഷൻ കൊണ്ട് മാത്രമാണ് കേട്ടോ. കൊഹഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം മോളിക്യൂൾസ് തമ്മിലുള്ള ഇന്ററാക്ഷനെയാണ് കൊഹഷൻ എന്ന് പറയുന്നത്. അഡഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ തമ്മിലുള്ള കണക്ഷനെയാണ് നമ്മൾ അഡഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ അഡസീവ് എന്നൊക്കെ ഗ്ലൂവിന് പറയാറുണ്ട്. നിങ്ങൾ ഫെവിക്കോളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അഡസീവ് എന്ന് കാണാം. ഓക്കെ, ഫെവിക്കോൾ എന്ന് പറയുന്നത് അതിൻ്റെ ബ്രാൻഡ് നെയിമാണ്. അഡസീവ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ പേപ്പറിലോ അല്ലെങ്കിൽ വുഡിലോ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ പറയുക, ഫെവിക്കോളിൻ്റെ മോളിക്യൂൾസും വുഡിൻ്റെ മോളിക്യൂൾസും തമ്മിലൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വരുന്നു, അല്ലെങ്കിൽ ബോണ്ട് വരുന്നു അല്ലേ? അപ്പോൾ ഡിഫറെൻറ്റ് മോളിക്യൂൾസ് തമ്മിലുള്ള ബോണ്ട് വരുമ്പോഴാണ് അഡഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. സെയിം മോളിക്യൂൾസ് തമ്മിലുള്ള ഇത് വരുമ്പോഴാണ് നമുക്ക് കൊഹഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൊഹസീവ് ഫോഴ്സ് ആണ് സർഫസ് ടെൻഷന് കാരണമായിട്ട് വരുന്നത്. കൊഹഷൻ മാത്രം കേട്ടോ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി കാപ്പിലറി ആക്ഷൻ. ഓക്കെ, കാപ്പിലറി ആക്ഷൻ നമുക്കറിയാം. ഒരു ട്യൂബിനകത്ത് നമ്മളൊരു ലിക്വിഡ് നയിക്കുമ്പോൾ ഇങ്ങനൊരു അപ്പർ മിനിസ്കസും ലോവർ മിനിസ്കസും ആയിട്ട് ഇങ്ങനെ വരാം. അതിനെ നമ്മൾ കാപ്പിലറി ആക്ഷൻ വരുന്ന സമയത്ത് നമുക്കൊരു 3 സെന്റിമീറ്റർ ആണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാല്യൂ തോന്നുന്നത്. അത് അടുത്ത സ്ലൈഡിലായിരിക്കും. അപ്പോൾ ആ ഒരു ഡയമീറ്ററിൽ നമ്മളൊരു ഗ്ലാസ് ട്യൂബ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വാട്ടർ ലെവൽ ഒന്ന് കൂടുതലുണ്ടാവും. ഇത് തന്നെ മെർക്കുറി ആണെന്നുണ്ടെങ്കിൽ വാട്ടർ ലെവൽ കുറവായിരിക്കും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ കാപ്പിലറി ആക്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഡെഫിനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ കാപ്പിലറി ആക്ഷൻ ഈസ് ലിക്വിഡ് ഫ്ലോ ത്രൂ എ നാരോ
space from the combined effect of cohesion, adhesion and surface tension. ഇപ്പോൾ ഒരു capillary action ഉണ്ടാവുന്നത് cohesion കൂടിയാണ്, adhesion കൊണ്ട് കൂടിയാണ്, surface tension കൂടി ഉണ്ടാണ്. ഇപ്പോൾ ഇവിടെ surface tension ഫോം ചെയ്യുന്ന cohesion മാത്രമാണ്. ഇവിടെ cohesion ഉണ്ട്, adhesion ഉണ്ട്, അതുപോലെ തന്നെ സർഫസ് ടെൻഷൻ. ഈ മൂന്നിന്റെ എഫക്റ്റ് കൊണ്ടാണ് ഒരു കാപ്പിലറി ആക്ഷൻ വരുന്നത്. ഓക്കെ, ഇതിന്റെ ഇക്വേഷൻ നോട്ട് ചെയ്ത് വയ്ക്കുക. കാപ്പിലറി റൈസ് ആണ് എച്ച് എന്ന് പറയുന്നത് കേട്ടോ. എച്ച് ഈക്വൽ ടു 4 സിഗ്മ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ റോ ഇൻറ്റു ജി ഇൻറ്റു ഡി. ഇതാണ് കാപ്പിലറി റൈസ് അല്ലെങ്കിൽ കാപ്പിലറി ഫോൾ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൽ സിഗ്മ എന്ന് പറയുന്നത് സർഫസ് ടെൻഷൻ ആണ്, ഡി എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ആ ട്യൂബിന്റെ ഡയമീറ്റർ. ഇപ്പം ഇതാണ് നമ്മൾ ട്യൂബ് എടുക്കുന്നത്, ഈ ട്യൂബിന്റെ ഡയമീറ്റർ ആണ് ഡി എന്ന് പറയുന്നത്. തീറ്റ എന്ന് പറയുന്നത് ഇതിന്റെ ആംഗിൾ ആണ്. അതിപ്പോൾ നമ്മളിപ്പോൾ ഒരു ട്യൂബ് എടുത്തു, ഇതിനകത്തൊരു കാപ്പിലറി ആക്ഷൻ ഇപ്പം ഇങ്ങനെ ഒരു ഇത് വരികയാണെങ്കിൽ ഇതിന്റെ ആംഗിൾ ആണ് കേട്ടോ. ഈ ആംഗിൾ ആണ്, അത് നമ്മൾ ഈ ട്യൂബിന്റെ സർഫസ് എന്നാണ് നമ്മൾ എടുക്കുക. ഇതാണ് നമ്മൾ തീറ്റ ആയിട്ട് കൺസിഡർ, ഈ ട്യൂബിന്റെ സർഫസ് എന്നാണ് നമ്മൾ ആംഗിൾ കൺസിഡർ ചെയ്യുക. ഈ ആംഗിൾ 0 ആണ് എന്നുണ്ടെങ്കിൽ വാട്ടറും ഗ്ലാസ്സും ആയിട്ടുള്ള കോണ്ടാക്ട് ആയിരിക്കും. അതിന് തീറ്റയുടെ വാല്യൂ 128 ഡിഗ്രി മുതൽ 130 ഡിഗ്രി ആണെങ്കിൽ മെർക്കുറിയും ഗ്ലാസും തമ്മിൽ, അതായത് മെർക്കുറി ആണ് ആ ഗ്ലാസ്സിനകത്തുള്ളെങ്കിൽ തീറ്റയുടെ വാല്യൂ 128 ഡിഗ്രി ടു 130 ഡിഗ്രി വരെ വരാം. വാട്ടർ ആണ് വരുന്നതെങ്കിൽ 0 ആയിരിക്കും, തീറ്റയുടെ വാല്യൂ 0 ആയിരിക്കും. ഇത് നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. തീറ്റയുടെ വാല്യൂ 0 ആയിരിക്കും ഫോർ വാട്ടർ ഗ്ലാസ്. അതുപോലെ തീറ്റയുടെ വാല്യൂ 128 ഡിഗ്രി ടു 130 ഡിഗ്രി വരെ വരും മെർക്കുറി ഗ്ലാസ് ആണ് എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കേണ്ട കാപ്പിലറി ആക്ഷന്റെ ഇക്വേഷൻ, കാപ്പിലറി റൈസ്, കാപ്പിലറി ഫോൾ, എച്ചിന്റെ ഇക്വേഷൻ എന്ന് പറയുന്ന 4 സിഗ്മ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ റോ ജി ഡി എന്ന് പറയുന്ന ഇക്വേഷൻ ഓർക്കുക. അതുപോലെ തന്നെ കാപ്പിലറി ആക്ഷൻ ഉണ്ടാവുന്ന എങ്ങനെയാണ്? കൊഹഷൻ, അഡഷൻ, സർഫസ് ടെൻഷൻ, ഈ മൂന്നിന്റെയും എഫക്റ്റ് കൊണ്ടാണ് കാപ്പിലറി ആക്ഷൻ ഉണ്ടാവുന്നത്. സർഫസ് ടെൻഷൻ വരുന്നത് കൊഹഷൻ മാത്രമാണ്, ബട്ട് കാപ്പിലറി ആക്ഷൻ വരുന്നത് കൊഹഷൻ ഉണ്ടാവും, അഡഷൻ ഉണ്ടാവും, സർഫസ് ടെൻഷൻ ഉണ്ടാവും. കൊഹഷൻ എന്ന് പറയുന്നത് സെയിം മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. അഡഷൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ ആണ്. സർഫസ് ടെൻഷൻ എന്താണെന്ന് പറഞ്ഞു, ഈ മൂന്നിന്റെയും കൂടി എഫക്റ്റ് കൊണ്ടാണ് കാപ്പിലറി ആക്ഷൻ വരുന്നത്. പിന്നെ ഓർക്കേണ്ടത് ഈ തീറ്റയുടെ വാല്യൂ ആണ്. തീറ്റ ഈക്വൽ ടു 0 ആണ്. വാട്ടർ ഗ്ലാസ് ഇന്റർഫേസ് ആണ് വരുന്നതെങ്കിൽ, വാട്ടറും ഗ്ലാസും ആണ് വരുന്നതെങ്കിൽ തീറ്റയുടെ വാല്യൂ 0. മെർക്കുറി ഗ്ലാസ് ആണ് വരുന്നതെങ്കിൽ 128 ഡിഗ്രി ടു 130 ഡിഗ്രി വരെ വരാം. ഓക്കെ, ഇനി ഇതിൽ റിമെമ്പർ ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത് കാപ്പിലറി ആക്ഷൻ ഡ്യൂ ടു ബോത്ത് അഡഷൻ ആൻഡ് കോഹഷൻ. ഫോർ കാപ്പിലറി ആക്ഷൻ മിനിമം ഡയമീറ്റർ എന്താണ്? 3 സെന്റിമീറ്റർ ആണ് കേട്ടോ. അപ്പോൾ അതൊരു ഒരു കാപ്പിലറി ആക്ഷൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ മിനിമം 3 സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ട്യൂബ് ആയിരിക്കണം വരേണ്ടത്, എന്നിൽ മാത്രമേ ഈ കാപ്പിലറി ആക്ഷൻ ഉണ്ടാവുള്ളൂ. പിന്നെ അഡഷൻ കോഹഷന്റെ വ്യത്യാസമാണ് ഈ പറയുന്നത്. കൊഹഷൻ എന്ന് പറയുന്നുണ്ട്, അപ്പോൾ സെയിം മോളിക്യൂൾസ്, ഇപ്പോൾ ഈ റെഡ് കളറിൽ കാണുന്നത് സെയിം മോളിക്യൂൾസ് ആണ്. സെയിം മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷനെയാണ് നമ്മൾ കോഹഷൻ അല്ലെങ്കിൽ ബോണ്ടാണ് നമ്മൾ കോഹഷൻ എന്ന് പറയുന്നത്. ഡിഫറെന്റ് മോളിക്യൂൾസ് തമ്മിൽ, ഇപ്പോൾ ഈ മോളിക്യൂൾസും ഈ ബ്ലൂ കളർ നോക്കിയാൽ മതി, ഡിഫറെന്റ് മോളിക്യൂൾസ് ആണ്, അത് തമ്മിലുള്ള അട്രാക്ഷനെയാണ് നമ്മൾ അഡഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോഹഷനും അഡഷനും കൂടി ചേർന്നിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്? കാപ്പിലറി ആക്ഷൻ വരുന്നത്. ആ ഒരു കാപ്പിലറി ആക്ഷൻ വരണം എന്നുണ്ടെങ്കിൽ ട്യൂബിന്റെ ഡയമീറ്റർ മിനിമം 3 സെന്റിമീറ്റർ എങ്കിലും വരാം. ഇത്രയും കാര്യങ്ങളാണ് നോട്ട് ചെയ്യേണ്ടത് കേട്ടോ.